കാസ്ട്രോ ലൈവ് എന്താ? ലീഡർ പേടി അല്ലെ ഹേറ്റ് വരുമെന്ന് പേടിച്ച് മാത്രം സ്വന്തം ഗ്യാങ് മെമ്പേഴ്സിനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി. ഇപ്പൊ എന്തുകൊണ്ട് എം ആർ സി എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിന്റെ ഓഡിയൻസ് എല്ലായിടത്തും വന്ന് സ്പാം ചെയ്യാറുണ്ടായിരുന്ന ഒരു സമയത്ത് ഷെയ്ക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഓടുന്നത് എന്ന് പറഞ്ഞിട്ട് ഫുൾ എൽ 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 കോഹ്ലിയുടെ എന്ന് പറയും. പക്ഷെ പിറ്റേന്ന് വന്നിട്ട് ഇവർ വേറെ അതുകൊണ്ടല്ലടാ ഇതുകൊണ്ടല്ലടാ നമ്മൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ പറയാത്തതാ ഹേറ്റ് വരണ്ട, നമ്മൾ എന്തിനാ നമ്മൾ മെച്ചൂർ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഓഡിയൻസിനെ വീണ്ടും കൺവേർട്ട് ചെയ്യും. അതായത് ഈ റിയാലിറ്റി മനസ്സിലാക്കി ഓഡിയൻസിനെ വീണ്ടും കൺവേർട്ട് ചെയ്യും. ഒരു എം.ആർ.സി ഓഡിയൻസ് എന്ന രീതിയിൽ റേഡിയോ പോലെ കേൾക്കാം. നമുക്ക് ആ ഒരു സമയത്ത് 50% സിറ്റി കയറാൻ പറ്റുമോ നോക്കാം. ഡിസപ്പോയിന്റ് ആണ്. കാരണം എന്താണ്, ഇവർ നമ്മളെന്തായാലും അങ്ങോട്ട് പറഞ്ഞാൽ അവർ എടാന്ന് കേൾക്കില്ലല്ലോ. വിളിച്ചാൽ തിരിച്ച് പോടാന്ന് വിളിച്ച് സിറ്റുവേഷൻ എടുക്കാനുള്ള നട്ടലില്ല. ആ നട്ടലില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല, പേടി, ഹേട്രേഡ് വരുമോ എന്നുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇതില് മെച്യൂരിറ്റിയുടെ ഫാക്ടർ ഇല്ല, ഇതില് സ്നേഹത്തിന്റെ ഫാക്ടർ ഇല്ല, ടിവിയോടും കെവിയോടും ഉള്ള സ്നേഹവും ഇല്ല. ഇതാണ് ഞാൻ ആസ് എ വ്യൂവർ മനസ്സിലാക്കിയ റിയാലിറ്റി. പക്ഷേ മാക്ക് എന്ന് പറയുന്ന വ്യക്തി എടുത്തൊന്നുമല്ല, ഞാൻ ഷേക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് ഷേക്ക് പിന്നീട് ഈഗിളിന്റെ സ്ട്രീമിലായാലും എക്സ്പോസ് ആവുകയും ചെയ്തത്. അന്ന് തന്നെ ഷമീർ ഈ ഈ പറയുന്ന അതൊക്കെ ശരിയാവും. അറിയാതെ ഞാനല്ലേ എക്സ്പോസ് ആയത്? അതൊക്കെ ശരിയാവും. ഞാനാണ് എക്സ്പോസ് ആയത്. വീണ്ടും ഷമീറിനെ സ്ട്രീമിൽ വിളിച്ചു വരുത്തിയിട്ട് അത് നൈസിനെ അത് മാറ്റാൻ നോക്കി. പക്ഷെ അപ്പോഴത്തേന് ഈഗിൾ ലൈവ് ഇട്ട് ഈഗിളിന്റെ ലൈവിൽ അത് വീണ്ടും പുള്ളിക്ക് വരേണ്ടി വന്നു. അങ്ങനെ പുള്ളി അത് എക്സ്പോസ് ആയി. അപ്പൊ എനിക്ക് പുള്ളിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം കൃത്രിമമായിട്ട് സൃഷ്ടിക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ ഒരു വിചാരം നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്. പക്ഷെ ഇൻ റിയാലിറ്റി എല്ലാവർക്കും ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെന്ന് ഈ എം.ആർ.സിന്റെ കോ-ലീഡറായ ഷേക്ക് മനസ്സിലാക്കണം. അതായത് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് സ്നേഹം, അതായത് നിങ്ങൾ ഭയന്ന് മാത്രമാണ്, പേടിച്ച്, ഹേറ്റ് വരണ്ട എന്ന് പേടിച്ച്. അതായത് ഹേറ്റ് അങ്ങോട്ടും, ഇപ്പൊ ഇവര് പറയുമ്പോൾ ഇതിങ്ങനെ പറയുന്നത് അറിയോ, ഹേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവൊന്നുമില്ല. തിരിച്ച് ഇങ്ങോട്ട് ഈ പറയുന്ന ടിവിയോട് കെവിയോടും വരുന്ന ഹേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ബേസിക് RP എഡ്യൂക്കേഷൻ ഇല്ലാത്ത, ഇപ്പൊ എന്ത് സിറ്റുവേഷൻ എന്തായാലും എം.ആർ.സി ഡൗൺ ആയി കഴിഞ്ഞാൽ വരുന്ന ഒരു സ്പാം ആണ് മെറ്റ. എവിടെയാണ് മെറ്റ? ഈ മെറ്റ എന്താണെന്ന് വെച്ചിട്ടാണ് ഈ മെറ്റ എന്ന് പറയുന്നത്? ഇവരുടെ സ്ട്രീമറുടെ, ഏതെങ്കിലും ഒരു സ്ട്രീമറുടെ വായിൽ നിന്ന് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് മെറ്റ അടിച്ച് വന്നയാടാന്ന് പറഞ്ഞാണ്. പക്ഷെ അവർക്ക് അവർ വേർഡ് മതി. പിന്നീട് ഈ പറയുന്ന മെച്യൂരിറ്റി ഇല്ലാത്ത ഓഡിയൻസ്, ഇവർ നാഴികയ്ക്ക് 40 വട്ടം മെച്യൂരിറ്റി എന്ന് പറയും. പക്ഷെ ഇതേ മെച്യൂരിറ്റി ഇല്ലാത്ത ഈ ഓഡിയൻസ് ആണ് വന്നിരുന്ന് മെറ്റ 47 അല്ലെങ്കിൽ KVA മെറ്റ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോ ഈ മെച്യൂരിറ്റി ഉള്ളവനാണ് ഷെയ്ക്ക് എങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവനാണ് മാക്കെങ്കിൽ, മെച്യൂരിറ്റി ഉള്ളവരാണ് അവരുടെ ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സ് എങ്കിൽ, അപ്പോ അവരെ പറഞ്ഞ് തിരുത്തേണ്ട ചുമതല ആ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും നിക്ഷിപ്തമാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം മെച്യൂരിറ്റിയെ പറ്റി മിണ്ടാൻ ഇവനൊന്നും ഒരു ധാർമ്മിക അവകാശവും ഇല്ല. പിന്നെ ഇനിയെങ്കിലും എനിക്ക് ഞാനൊരു ഇപ്പൊ എല്ലാ ഗ്യാങ്ങിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എം.ആർ.സിന്റെ ഒരു ഫാൻ ബോയ് ഒന്നും അല്ല. അതിലും കൂടുതൽ ഞാൻ KVAയും TVAയും ആണ് സ്നേഹിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ കള്ളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എം.ആർ.സിയോട് എനിക്കൊരു ഹേറ്റ് ഇല്ല. Falcon is no more part of MRC. Explanation live on 11:30 PM. Wow. ബ്രോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്ന് ജസ്റ്റ് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിക്കണേ പ്ലീസ്. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഒന്ന് ബാക്കിലോട്ടൊന്ന് ചിന്തിക്കണേ. ദയവേദ ഒന്ന് ചിന്തിക്കണേ. എനിക്ക് പോലും എം.ആർ.സിയിലെ മെമ്പേഴ്സിനോട് സഹതാപം തോന്നാറുണ്ട്. കാരണം അവരുടെ മെമ്പേഴ്സിന് പോലും കൊടുക്കാത്ത വില ഈ TVAയോടും KVAയോടും, അതായത് ഈ ചില പണ്ടൊക്കെ ആൾക്കാർ പറയല്ലോ താങ്ങി നിൽക്കുക, അതുപോലെ തന്നെയാണ്. അത് താങ്ങി നിൽക്കുന്നത് അവരുടെ ഗ്യാങ്ങിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ പേഴ്സണൽ ഈ പറയുന്ന ഗ്രോത്തിന് വേണ്ടിയും മാത്രമാണ്. അവരുടെ RPയിലുള്ള ക്യാരക്ടറിലൂടെ അവരുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലായാലും അവരുടെ പേഴ്സണൽ ഗെയിമിംഗ് കരിയറും ഗ്രോ ചെയ്യാൻ വേണ്ടി മാത്രം താങ്ങി നിൽക്കുമ്പോൾ അവർ ആക്ച്വലി ആ ഒരു തെറ്റ് ചെയ്യുന്നത്. ഷമീർ പോലും അങ്ങനെ ചെയ്യാറില്ല. ഷമീറിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഷമീർ തിരിച്ച് പറയാറുണ്ട്. ഇപ്പൊ പല ഓഡിയൻസും പറയും ഈ ഷമീർ ഒരു ലീഡറാണ്, അല്ലെങ്കിൽ ഷമീർ ഒരു ഈ IED എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം അതൊരു ഒരു സെർട്ടൈൻ സൊസൈറ്റിയിലെ ഒരു കുട്ടികളെ അല്ലെങ്കിൽ മാനസികമായിട്ട് വൈകല്യമുള്ള കുട്ടികളെ കളിയാക്കുന്ന ഒരു വാക്കാണ്, അത് ഉപയോഗിക്കത്തില്ല. പക്ഷെ ഷമീർ അങ്ങനെ ഒരു മോശം ലീഡറാണെന്ന് പലപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷെ അക്കോർഡിംഗ് ടു മീ, എനി ഡേ ഷമീർ ഇസ് എ ബെറ്റർ ലീഡർ അല്ലെങ്കിൽ ബെറ്റർ കോ-ലീഡർ അല്ലെങ്കിൽ ബെറ്റർ ലീഡർ ദാൻ ഷെയ്ഖ്. വൈ? ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് റൂൾ അറിയില്ലേലും, ഇനി എന്ത് RP അറിയില്ലേലും, ഇനി എന്ത് ചെയ്യാൻ അറിയില്ലേലും എന്ന് പറഞ്ഞാലും സ്വന്തം ഗ്യാങ്ങിലെ ഒരു മെമ്പറിനെ തൊട്ടാ ഡാന്ന് വിളിച്ചാ തിരിച്ച് എന്തുവാടാ എന്റെ ഗ്യാങ് മെമ്പറാ, നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം, നട്ടല് ഷമീറിന് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈഗിളുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായാലും തിരിച്ചു പറയാനുള്ള ഒരു നട്ടല്. അതായത് ആരെ താങ്ങി സ്വന്തം കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല.
അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് ഷമീറിനുണ്ട്. പക്ഷെ ശരിയാണ്, ഇതൊന്നും കണ്ട് ഷമീറിന് ഈ വളരരുത്. പറയുന്ന ഇവരെക്കാട്ടിലും ഇവിടെ നമ്മൾ പല ഭയങ്കര കാര്യങ്ങളും പഠിച്ചു പ്രശ്നത്തിൽ വരാണ്ട്, ഇപ്പൊ ഈ നീ പറയുന്ന ഗെയിം പ്ലേ വന്നിട്ട് ഇമ്പ്രൂവ് വേണം ടി ചെയ്യാണ്ട് വി എല്ലാം ഒക്കെ ഒന്ന് ഉണ്ട്. പക്ഷെ നന്നായിട്ട് എന്നിരുന്നാലും കൊണ്ടുപോകാൻ. ബേസിക്, നീ ഇത് അതായത് ഒരു ഏറ്റെടുത്ത് ഗ്യാങ് കോൺട്രവേഴ്സി ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ബേസിക്കലി നമ്മുടെ കൂടെ നല്ലൊരു നിൽക്കുന്ന 30 കിങ്ഡമാക്കി പേരെ കൊണ്ടുവരണം. 10 കഴിഞ്ഞാൽ മനസ്സിലായോ? ചോദിക്കാനുള്ള ഒരു ഏയ് മഹിഷ്മതി. ചങ്കുറപ്പ് ഈ ഷെയ്ഖിനെക്കാട്ടിലും ഷമീറിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറിച്ച് മറ്റവര് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നതിന് അവർ പറയുന്ന റീസൺ മെച്യൂരിറ്റി, ഈ കോൺട്രവേഴ്സി ഏരിയയിലാവും വേണ്ട. ഫെമിനിറ്റി കൊണ്ട് ഒന്നുമല്ല. അതായത് ഹേറ്റ് വന്നാൽ ആർക്കാ വരുന്നത്? ഈ പറയുന്ന ഷമീറിനും ഈ പറയുന്ന ഷെയ്ഖിനും മാക്കിനും തന്നെയാണെന്ന് അവർക്കറിയാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗെയിമിംഗ് കരിയറിനെ അത് അഫക്ട് ചെയ്യുന്ന നല്ല ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരിത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഗ്യാങ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ടിവിയോടും കെവിയോടും അങ്ങ് ഇതായിരിക്കുമെന്ന് വന്ന് അറിയിച്ചത്. ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. അപ്പൊ അതുകൊണ്ട് മെച്യൂരിറ്റി പറയുന്ന ഈ പറയുന്ന ലീഡേഴ്സ് എന്റെ പൊന്നു എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ സ്വയം ആർപിയിലെ റൂൾസ്, ഒരു സിറ്റുവേഷൻസ് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത്, ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം നിങ്ങൾ സ്വയം പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ മെമ്പേഴ്സിനോട് പറയുക. രണ്ടാമത്തെ മെയിൻ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കുക. ടിവിയിലെയും കെവിയിലെയും ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വാല്യൂ കൊടുത്ത് നിങ്ങളുടെ സ്വന്തം നോക്കുന്നതിന് പകരം നിങ്ങൾ സ്വന്തം മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കുക. അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പരിതാപകരമാണ്. ഈ പറയുന്ന പോലെ കണ്ടിട്ട് ആൾക്കാർ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങളെ എത്ര നാൾ സപ്പോർട്ട് ചെയ്യും. ഇതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് ബ്രോ. എനിക്ക് ഇതെന്തോ പറയണമെന്ന് തോന്നി, കുറെ നാളായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒരു ഇപ്പൊ ബ്രോ ഇങ്ങനെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടപ്പോ ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. താങ്കൾ ഹലോ എന്റെ അമ്മ എന്തോരം കാര്യങ്ങളാണ് ഈ ഒരാള് പറഞ്ഞത്. ചിലരേക്ക് ട്യൂഷൻ ക്ലാസ് ആണോ ബ്രോ, അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇനിയിപ്പോ വേറെ ഏതൊരു കണ്ടു സ്ക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പുള്ളിക്കാരൻ അതേപോലെ കാണുന്നു ബ്രോ. ബ്രോ ഞാനൊരു 4-5 കൊല്ലമായിട്ട്, അതായത് ഞാൻ ആദ്യമായിട്ട് ടിവിയും കെവിന്റെ അടി വന്നില്ലേ, ആ സമയം തൊട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത് ബ്രോ. അതായിരുന്നു എനിക്ക്, അതായത് പൊതുവെ അന്ന് പറഞ്ഞാൽ എല്ലാവരും ടിവിനെ ആയിരുന്നു അന്ന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സപ്പോർട്ട് കുറവുള്ളവരെ ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ അത് കാരണം അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നീലനെ ആയിരുന്നു. ഇപ്പൊ ടിവിയിൽ പോയ അങ്ങനെ നീലൻ, പിന്നെ അന്നൊരു കാസ്ട്രോന്റെ ഒക്കെ ഒരു ക്ലച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരു ടഫ് ആറിലൊക്കെ ലാസ്റ്റ് ഒരു 1v2 ഒക്കെ എടുത്ത് ലാസ്റ്റ് മറ്റേ സമയം തീരാറൊക്കെ ആയിരുന്ന ടൈം, ആ ഒരു സമയത്തൊക്കെ കൂടുതലും കണ്ടു തുടങ്ങിയത്. ഞാൻ ബാക്കിയുള്ള ചോദിച്ചോട്ടെ. ഞാൻ ഓക്കെ ബ്രോ, ഓക്കെ 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 ബ്രോ, ഓക്കെ ശരി. വലിച്ചെടുത്തമാര് തെറി പറഞ്ഞ എന്ത് ചെയ്യും? ഇവിടെ പറയണ്ടത് നമ്മളല്ലാതെ കേവി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ പുള്ളിയെ പറയാത്ത കാര്യത്തിന് എന്റെ വീട്ടുകാരെ കയറി പറഞ്ഞപ്പോ അത് ഓബിയസ്ലി ആർക്കാണേലും പൊട്ടും. ഞാൻ ഓൾറെഡി ആ സമയത്ത് ലൈവ് ആയിരുന്നു. എന്റെ ലൈവിലൊന്നും സ്പാം ഉണ്ടായിരുന്നു, ഇങ്ങനെ റാമ്പോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഒഴിവാക്കി, കേട്ടപ്പോ എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഓൾറെഡി പറയല്ലോ, നമുക്ക് ഓൾറെഡി നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ ഇനിഷ്യലി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നൊരു സമയം വരും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അതിൻ്റെ ഓരോന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു തൊപ്പിയോടോ അത് ബാക്കിയുള്ള MRC എന്ന് പറയുന്ന പേരിനോടോ ഉള്ള ഹെയ്റ്റ് അല്ലായിരുന്നു എന്ന് ആൾക്കാർ തിരിച്ചറിയുന്ന സമയം അധികം സമയമില്ല. അതിന് ഞാൻ മനസ്സിലാക്കാൻ. ഹലോ, കേറാൻ പറ്റത്തില്ല സിറ്റിയില്. സിറ്റിയിൽ കയറാൻ പറ്റത്തില്ല, എല്ലാവർക്കും ബ്ലോക്കാ. 229 MRC പറഞ്ഞില്ല. എനിക്കിതിൽ പറയണ്ടേ പറ. അതായത് KVA ഇപ്പൊ മെറ്റയാണ് അല്ലെങ്കിൽ ഇതേപോലെ കൺവേർട്ടിംഗ് ആണ്, അത് കുറിച്ചിട്ടാണ് ഇപ്പൊ വരാൻ പറഞ്ഞു VC-യില്. അപ്പൊ അതില് അത് ബ്രോക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റെങ്കിൽ, അല്ലെങ്കിൽ KVA മെറ്റയാണ് അല്ലെങ്കിൽ ഞാനിപ്പോ സംസാരിച്ച് കൺവേർട്ടിംഗ് ആണെന്ന് ബ്രോക്ക് പ്രൂവ് ചെയ്യാൻ പറ്റെങ്കിൽ ഓൾവേസ് MRC അല്ലെങ്കിൽ ഇത് മെറ്റ പറയുന്നത് ഇത് ചെയ്യാനാണ് പറഞ്ഞത്. അതിനാണ് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ബിരിയാണി ഇവിടാന്ന് പറഞ്ഞത്. ചിലപ്പോ സർക്കാസം ആയിരിക്കും, പറയാൻ പറ്റത്തില്ല, അറിഞ്ഞൂടാ. അവര് ലൈവ് ഒക്കെ വരുന്ന പറയട്ടെ, അവര് ലൈവ് ഒന്ന് പറയട്ടെ. ചിലപ്പോ സർക്കാസം ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അയ്യോ എടാ, ഞാൻ ഇന്ന് കപ്പ് കേക്കിന്റെ സ്റ്റോറി കണ്ടു. ഞാൻ കണ്ടായിരുന്നു. ഒന്നും പറയാനില്ല ഇതിനൊന്നും. അത് എനിക്ക് തോന്നുന്നു ഇവരാണല്ലേ ലേറ്റ് ആയിട്ട് അറിയുന്നേടാ. ആണ് ഇവരാണ് എല്ലാം ലാസ്റ്റ് അറിയണത്. നിങ്ങളാ ലാസ്റ്റ് അറിയുന്നുണ്ടായിരുന്നു.
ഇതൊക്കെ നമുക്ക് എത്ര മാസങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന കാര്യങ്ങളാ ഗൈസ്. എത്ര മാസം. അപ്പാപ്പ ഇതൊരു പാട്ടായി നിങ്ങളെ ഇനി വിളിക്കല്ലേ. സെർവർ ഓണാക്കിത്ത അപ്പാപ്പ. സർവർ ഓണായി നിങ്ങളെ. കേറാൻ പറ്റാത്ത എന്താ? വെബ്സൈറ്റ് വഴി കയറി വെക്കോ കറന്റ് ഡീഡോസ് അടിച്ചാൽ ചെയ്യുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആണ്, അതുകൊണ്ടാണ് കണക്ട് ആകാത്തത്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. അതാണ് സിറ്റിക്കകത്ത് പിയിലില്ല. ഇത് എന്റെ സെർവർ അല്ലേ അപ്പാപ്പ? അതെ, കുറച്ച് നേരത്തെ കയറണമായിരുന്നു നിങ്ങളെ, അകത്തായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാനിപ്പോഴും സിറ്റിക്കകത്ത് നിൽക്കുക. ഞാനും നിങ്ങളൊക്കെ ഇപ്പം കേറിയോ? അകത്തുള്ള ഒരു കേബിളാ. നേരത്തോട്ടുള്ളതാണോ? ഇത് എന്ത് പിയിലടിച്ചുകൊണ്ട് ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിരിക്കുവായിരുന്നു. കത്തിപ്പോണ്ടിരിക്കും. ഒന്ന് ചെക്ക് ചെയ്തേ. ആ, കേറി 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 കേറി. ഇല്ല, ഡൗൺലോഡിങ് കണ്ടന്റ് മാനിഫെസ്റ്റോയിൽ സ്റ്റക്ക് ആയി നിൽക്കുക. ചെറുതായിട്ട് ഞാൻ കൊറേ നേരം കറണ്ട് പോയി കണ്ടന്റ് മാനിഫെസ്റ്റ് പറ്റുന്നില്ല. 20 മിനിറ്റോളം ആയിട്ടല്ല. ഇത് ഡിസ്കോഡ് ചെയ്യേണ്ടി വരും. അത് ടെസ്റ്റ് വെബ്സൈറ്റ് വഴി നോക്കണോ? വെബ്സൈറ്റ് വഴി നോക്കി നോക്ക്. ഞാൻ ലൈവ് ഇട്ടുതരാം. രണ്ടും ഒരേ ഐപിയിലോട്ടല്ലേ പോണേ? വെബ്സൈറ്റ് വഴി ഒരു ചേഞ്ചും ഇല്ലടാ, സെയിം ആയി. ബ്രോ എന്തുവാ ബ്രോ പറഞ്ഞു കൊടുക്കണേ? എനിക്ക് അറിഞ്ഞൂടാ. വെബ്സൈറ്റ് വഴി കൊടുക്കുമ്പോ ഇതല്ലേ ഇതല്ലേ കാണാൻ. അത് ഞാനും കൊറേ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. രണ്ടും ഒരേ ഐപിയിലോട്ടാ റീഡയറക്ട് ആവുന്നത്. അത് റീഡയറക്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണ്ടടാ, ഞാൻ എന്ത് ചെയ്യാനാ. അതൊക്കെ ഒരു മിത്താണ് വെബ്സൈറ്റ് വഴി കറക്റ്റ്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. സമ്മതിക്കണ്ടേ, എന്ത് ചെയ്യാനാ. ആരും ഇതൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത്? ഇത് കൊറേ നേരമായിട്ടുണ്ട്, ഉച്ചയ്ക്ക് തൊട്ടേ ഉണ്ട് എന്റെ ഇതില്. റിക്രൂട്ട്മെന്റ് ആണ്, റിക്രൂട്ട്മെന്റ് ആണ്. ഇത് സ്റ്റക്കാണ് കേട്ടോ. സിറ്റി പറ്റിയില്ലെങ്കിൽ നമ്മള് ഇന്ന് എന്താ പറയാ വീസിൽ എടുത്ത് റിക്രൂട്ട് ചെയ്തല്ലേ? ഇല്ല പാപ്പ, സിറ്റി തന്നെ റിക്രൂട്ട് ചെയ്യുള്ളൂ. ഓറൊന്നും നടക്കൂല. സിറ്റി അപ്പാക്കി തന്നെ. കമ്മ്യൂണിറ്റി മൊത്തം എന്റെ സെർവറിനാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ എനിക്ക് കേറാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഓറ പോവില്ലേ? കുഴപ്പമുണ്ടോ? ഇതൊക്കെ അപ്പാപ്പ ഓരോ മറ്റേ നുറുക്ക് സാധനങ്ങൾ തട്ടിക്കൂട്ടി വെച്ചിരിക്കുമല്ലേ? കേട്ടാ, ഞെക്കിട്ട് വരണ പോലും ഇല്ല. ഓപ്പൺ 5 ഇതെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാ ഇതെല്ലാം. ഇല്ല എന്നാ കണ്ടന്റ് മാനിഫെസ്റ്റ്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമ്മുടെ സെർവർ വാങ്ങിക്കാൻ ബ്രോക്കർമാർ കുറെ പേര് ഇപ്പൊ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ഗൈസ്, ഈ സെർവറിന്റെ ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടി ഇപ്പൊ ഒരു 20 lakhs. അപ്പൊ അല്ല, എന്നാലും നമുക്ക് കൊടുക്കുമ്പോ പ്രോഫിറ്റോട് കൊടുക്കണ്ടേ? 22 ലക്ഷം രൂപ. 22 സർവറിന്റെ എക്സ്പെൻസ് ആണ് 20 lakhs. മനസ്സിലായോ? സെർവറിന്റെ എക്സ്പെൻസ്. പക്ഷെ ഇത് ആരും ഇല്ലാത്ത സർവർ അല്ല. ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്ന ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ നമ്പർ 1 സർവർ ആണ്. ബ്രോ, ഞാൻ എല്ലാം കൂടെ പറയാം. ബ്രാവോ ഇതിൽ മുടക്കിയ പൈസ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, പ്ലസ് ഇപ്പോഴത്തെ പ്ലെയർ ബേസ് ഇപ്പോഴത്തെ ഇതിലൂടെ ചേർത്ത്. പക്ഷെ ഞങ്ങള് ഇത് ഈ സെർവർ വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങള് 2 ഗാങ്സ്, ഞങ്ങള് ടിവിയും കേവിയും ഇവിടെ നിന്ന് ഇറങ്ങും. ബാക്കി നിങ്ങൾക്ക് ഈ സെർവർ നടത്താം. ഈ സെർവറിന് നമുക്കിപ്പോ അത്രക്ക് നിനക്ക് മറ്റേ സെർവർ മേടിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ 22 ലക്ഷം രൂപ, അല്ല ഒരു 25 നമ്മൾ ഇത്രയേ ഉള്ളൂ. 25 ലക്ഷം രൂപ ബ്രാവോക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എക്സ്ലാൻഡിസ് സെർവർ എഴുതിത്തരും. ഉറപ്പുണ്ടെങ്കിൽ വരാം, ബ്രാവോയെ കോൺടാക്ട് ചെയ്യാം, സെർവർ എഴുതിത്തരും. ഞങ്ങൾ പുതിയൊരു സെർവർ തുടങ്ങി, ഞങ്ങളും കേവി എല്ലാം അവിടെ കളിച്ചോളാം. നിങ്ങൾ നല്ല ലാഭമുള്ളവരുടെ സത്യം കിട്ടും. എന്റെ പൈസ ഉണ്ടായിരുന്ന ഇപ്പൊ മേടിച്ചേനെ, ഈ സ്പോട്ട് മേടിച്ചേനെ. 25 കുറവാണ്, എന്നാലും ഇല്ല നമുക്ക് കൊടുക്കാം. നമ്മള് ഡിസ്കൗണ്ടിൽ ഇട്ടേക്കും. ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. 25 ലക്ഷം. അതെ, കല്യാൺ സിൽസിൽ അഡീഷണൽ തുടങ്ങി. ഇപ്പൊ വേറെ കളർ ഉണ്ടോ? ഇല്ല, ഈ ഒരു ഒറ്റ കളർ തീമിലേ ഉള്ളൂ ഈ സെർവർ, വേറെ ഇല്ല. മഞ്ഞയിലാക്കി കൊടുക്കാനാണോ അത്? ഞാനും കയറി. കേറുന്നുണ്ട് പ്ലേസ് 200. വിഷു ഓഫർ ആയിട്ട് നമുക്ക് ഒരു 24,99,999 രൂപയ്ക്ക് തരാം. അതെ, ഒരു ഓഫർ, വിഷു ഓഫർ ഉണ്ട്. വിഷുവിന് മുമ്പ് അഡ്വാൻസ് തന്നാൽ മാത്രമേ
പറ്റൂളേ. അതെ, ലിമിറ്റഡ് ടൈം ഓഫർ, പെട്ടെന്ന് വേണം. അല്ല, ഞാൻ ഈ കളിയാക്കുമെന്നല്ലാതെ ഒരു കാര്യം നിങ്ങളത് സിമ്പിളായിട്ട് പറയാം ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇത് ഗെയിം കളിക്കുന്ന ചുമ്മാ ഒരു സാധനമല്ലേ എന്ന്. പക്ഷെ അതല്ല ഗൈസ്. പറഞ്ഞില്ലേ, ഇവന്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി ഇത്രയിലെത്തി. ഇപ്പൊ ഇത്രയും രൂപയിലെത്തി. ഇപ്പോഴാണ് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടാണ് സെർവർ റൺ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ സെർവർ നടത്തുക എന്ന് പറയുന്നത് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇതിൽ ഓരോ സ്ക്രിപ്റ്റിനും ഹോസ്റ്റിനും എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. മന്ത്ലി നമ്മളൊരു ബിൽഡിംഗ് റെന്റ് എടുക്കുന്നത് പോലെ ഹോസ്റ്റിന് റെന്റൽ അടയ്ക്കണം, ഹോസ്റ്റിന് എമൗണ്ട് അടയ്ക്കണം. കുറെ സ്ക്രിപ്റ്റുകൾക്കൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം $500 $600 തുടങ്ങണം. EMI ഉണ്ടോ? EMI സെറ്റപ്പ് ബാങ്കിലെടുത്ത് ചോദിക്കേണ്ടി വരുവാ. ലോൺ എടുത്തിട്ട് പൈസ എടുത്തിട്ട് അവിടെ അടുത്ത് ഫാൽക്കൺ ഇഷ്യൂ എന്താ ബ്രോ? എനിക്കറിഞ്ഞൂടാ ഫാൽക്കൺ ഇഷ്യൂ ഒന്നും. ഞാൻ MRC-ലുള്ളതല്ല, ഞാൻ TVയുടെ ലീഡറാണ്. അവിടെ എല്ലാം ചോദിക്കേണ്ടി വരും. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. ഞാൻ എന്താ വേറെ ആരും അവരാധിക്കുന്ന ലൈവല്ല. ഞാൻ എന്റെ കോണ്ടന്റ്സ്, എന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണ എന്റെ ലൈവാണ്. എടാ സിറ്റി കയറാൻ ട്രൈ ചെയ്യടാ, എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്. കയറിയോ? ഓക്കെ. നമുക്ക് ഭയങ്കര സ്ലോ ആലോ. ആണോ? സ്ലോ ആണോ? അപ്പൊ എന്നാ സിറ്റിയിൽ ഒരു 10 വരെ കിക്ക് ചെയ്തിട്ട് മുച്ചിരെ മാത്രമായിട്ട് കയറ്റിയേ. അങ്ങനെയല്ല, ഡൗൺലോഡ് സ്ലോ ആണ്. നമ്മള് മെമ്പേഴ്സ് ആരെന്ന് വെച്ചാൽ മുച്ചിരിയുടെ ലൊക്കാലിറ്റിയിലുള്ള നെറ്റ് തരുന്ന ആളെ വിളിച്ച് തള്ളക്ക് വിളിച്ചേ. മുച്ചിരിക്ക് ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല. എടാ അമ്മയുടെ ഭാഷ ഒന്നും എനിക്ക് അറിഞ്ഞോടാളിയാ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷ് അറിയാം അവർക്ക്. ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് അടിക്കട്ടെ. എടാ എന്നെ ഒന്ന് ഡിസ്കോഡിൽ നിന്ന് കിക്ക് ചെയ്തേക്കൂടാ. എന്താണ് പറയുന്നത് കേട്ടില്ല ഏട്ടാ. ഹലോ, ഇപ്പൊ കേക്കാം. നമസ്കാരം. നമസ്കാരം. വെൽക്കം. ഫേവറേറ്റ്സ് എടുത്ത് കളഞ്ഞല്ലോ ഇതിനകത്തുനിന്ന്. നമസ്കാരം. വല്ലപ്പോഴും ആണേലും കാണുന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട്. വല്ലപ്പോഴും ഞാൻ എന്നും ഇല്ലെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ. ആണല്ലേ? അതെ. ഞങ്ങള് രണ്ടുപേരാണ് ഇവിടെ. ഞാനുണ്ട് കേട്ടോ. റേഡിയോയില് രണ്ടുപേരായിട്ട് കൂട്ടണം ഞങ്ങളെ. സ്റ്റാച്ചു ആയോ? നീ ഇടയ്ക്ക് കണ്ണൊക്കെ ഒന്ന് ചിമ്മടാ. ഞാൻ കണ്ണു ചിമ്മ്. വാ എടാ, ബാക്കിയുള്ളടത്ത് കേറാൻ പറയടാ. മുട്ടം PL മുട്ടം PL കേട്ടാ. എനിക്ക് അറിയുള്ളൂ. 6 ഉള്ളോ? എനിക്കൊന്ന് ഞാൻ നേരത്തെ കേറിയിരിക്കുന്നതിന്റെ എന്തോ. ഹർലിൻ വേണ്ട, സൗണ്ടാ, സംസാരിക്കാൻ പറ്റില്ല. കൊമ്പൻ എടുക്കാം. പിന്നെ ഞാൻ ഡൊമിനിക്കിന്റെ ബാൻ ഞാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഡൊമിനിക്കിന്റെ എടാ ഞാൻ ഒന്ന് വെളി സംസാരിക്കണം, ഒരു മിനിറ്റ്. ഞാൻ ഡൊമിനിക്കിന്റെ ബാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ സാവേജിനോടും അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുത്തത്. അവൻ അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് പഠിക്കുവാണ് എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അവനാകെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് അവന് പറയണത് ഈ ഗെയിം കളിക്കുന്നതും ഇതും മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു സമയത്ത് റേറ്റിൽ പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നിന്ന് സംസാരിച്ചപ്പോൾ പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് അവൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. സോ ഞാൻ അവനോട് ഇപ്പോഴും പറയാം ഗൈസ്, ദാറ്റ് ഡസൻറ്റ് മീൻ ഒരു ഗ്യാങ്ങിനെതിരെ നമ്മൾ വരുന്ന സമയത്ത് അവന് കുണയ്ക്കാൻ പാടില്ല, ഈ വാ തുറക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയണേ. എൻ്റെ അബ്യൂസ് ഒഴിച്ച് അല്ല ഈ പറഞ്ഞതുപോലെ OC-യിലിരുന്ന് വൃത്തികെട്ട വിളിക്കുന്നതല്ലാതെ അവൻ എന്ത് കൊണ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അതിന് ഒന്നും ഞാൻ പറയാനും പോകത്തില്ല. അവൻ എന്ത് കൊണ വേണേലും പറയാം, അവൻ എന്ത് വേണേലും ചെയ്യാം. ഇതായിപ്പോയല്ലേ. അവൻ എന്ത് വേണേൽ പറയാം, അവനത് പറഞ്ഞോട്ടെ. പക്ഷേ വെളിയിലിരുന്ന് ഇനി അവനങ്ങനെ വീട്ടിലുള്ള ഒന്നും ഇങ്ങനെ പറയത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് വന്നിട്ടുണ്ട്. എനിക്കത് മതി. അവൻ കൊണ പറയണതൊക്കെ അവൻ്റെ ഇഷ്ടമാണ്. അതിനൊന്നും നമ്മളെ വിളക്കാനും ഇതാക്കാനും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്മളെ സൈഡിൽ നിന്ന് ഒരു ഫൈനൽ ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. എടാ ഇനി ആ വണ്ടി കിട്ടൂലേ? ഓ നീ ഇവിടെ വന്നോ? ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാരാ?
അവരെന്റെ അപ്പുറത്തോട്ട് പോയി. ഇത് മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ വന്ന് ഇടിച്ചിട്ട് ആക്സിഡന്റിൽ പൈസ വെക്കൂലേ അവൻ തന്നെ സത്യം. അവൻ തന്നെ തെറിച്ചു പോയി. എന്നാ വീണ്ടും ഇവിടെ വീണ്ടും പോയി. എന്താ മണ്ടയ്ക്കൂടെ കേറി പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അത് ആരാ അത്? നമ്മുടെ വണ്ടിയാന്ന് എങ്ങനെ അവർക്ക് അറിയാൻ പറ്റും? നമ്മൾ ചില്ലായിട്ട് ചിന്തിക്കണോടാ കുറെ കാര്യങ്ങള്. സമാധാനത്തിന്റെ സത്യം സത്യം സത്യം. അത് MRC ഒന്നല്ല കഴിച്ചു, VNV ആ. ഇവിടെ VNVയുടെ MRCയുടെ എല്ലാം കളർ ഒരേപോലെ. ചിരിക്കുന്നത് രാവിലെ കൈ ധരിക്കുന്നല്ലേ കളിക്കാനിങ്ങനെ. നീ വേണേ മൗസ് തിരിച്ചോ, ഞാൻ കീബോർഡ് തിരിക്കാം. കറക്റ്റായിട്ട് തിരിക്കട്ടെ. വെറുതെ ഇരിക്കണ കൈ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാം. പോട്ടെ മെച്ചൂറാവണ്ട. ഞാൻ ട്രൈ ചെയ്തോട്ടാ. ഞാൻ ഇവിടെ ഇന്ന് ഞങ്ങള് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോ മെച്ചൂരാൻ്റെ തൈലം എന്ന് പറഞ്ഞൊരു തൈലം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ രാവിലെ വൈകിട്ടും പാലിന്റെ കൂടെ ഫുഡിന് മുമ്പ് കഴിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ രാവിലെ വൈകിട്ടായിട്ട് ഇനി ട്രൈ ചെയ്യാം. അതാണ് ചത്ത് കിടക്കണേ. ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ എനിക്ക് മെച്യൂരിറ്റി കൂടുതലോ ഇല്ലയോ മരുന്നിന് റിസൾട്ട് ഉണ്ടോ നിങ്ങൾ പറയണം കേട്ടാ. മരുന്നിന് റിസൾട്ട് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കണം. അല്ലെങ്കിൽ വേറെ മെഡിസിൻ ട്രൈ ചെയ്യാനാണേ. കാണുന്നില്ല ഫ്രണ്ട് കാണുന്നില്ല. സേഫ്. ഇല്ല ഞാൻ ഇവിടെ പറഞ്ഞ ഞാൻ എന്റെ ഒരു സാധനം രായന് കൊടുത്തായിരുന്നേ. അതായത് മൗസ് അതുവഴി ബാക്കിലോട്ട് ഇറങ്ങിയതായിരുന്നു. ഇനി ജെറ്റിബിലിറ്റി കൂടെ പറഞ്ഞു ചാടിച്ചിറക്കാം. പക്ഷെ ആരെങ്കിലും തലയിൽ പോയി വീഴുമെന്നാണ്. അവിടെ ആണെങ്കിൽ മൊത്തം ഇവിടെ എന്തോ പ്രണയം എന്തോ കേട്ടോ. എന്താ ഒതുക്കിയിട്ട് എന്താ പരിപാടി? നമ്മളീ വണ്ടിയൊക്കെ ഐഡിലായിട്ട് വഴി നിൽക്കുമ്പോ അമ്മാവന്മാര് ചോദിക്കൂലേ? എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ അത് ഇതാരോ പരിചയമുണ്ടത് അല്ലെ കുട്ടി എന്താ പറ്റിക്കാലോ അല്ലേ നീ? അല്ല അണ്ണല്ലേ പറഞ്ഞപ്പോ നമ്മള് അമ്മാവന്മാരെ ചോദിക്കണം. അയ്യോ ഞാൻ ഇടിച്ചിട്ടില്ല കുട്ടി. അയ്യോ അറിയാതെ കാല് തന്നെ വീണ് കുട്ടി എന്റെ കണ്ണിൽ കൂടെ കാണുമ്പോ കുട്ടിയുടെ ദേഹത്ത് തട്ടിയിട്ടേ ഇല്ല. നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി തട്ടി കുട്ടി തെറിച്ചു പോണതാണ്. സത്യം. ഞാൻ പൊക്കോട്ടെ. പേരെന്താ? എന്റെ പേര് ലോറ. കണ്ണാപ്പിയുടെ കൂടെ നടക്കുന്ന ലോറ. അതെ. വാസുണ്ണനാണോ? അതെ. അച്ഛന്റെ സ്ഥാനം എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അങ്കിളാ കണ്ണാപ്പിയൊക്കെ 2 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. മനസ്സിലായി? അത്രേ ഉള്ളൂ. അവന് 25 എനിക്ക് 28. ഒരു 3 വയസ്സ് കൂടുതലുണ്ട്. അല്ല എന്നാലും വാസനെന്ന് പറയുമ്പോ മൂത്തല്ലേ, മൂത്താളപ്പോ ഒരു അനുഗ്രഹമൊക്കെ തരണ്ടേ? അനുഗ്രഹം തരാം. അതിന് അച്ഛന്റെ സ്ഥാനത്തും അങ്കിളുടെ സ്ഥാനത്തും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ചേട്ടന്റെ സ്ഥാനം മതി. ചേട്ടന്റെ സ്ഥാനമാണ്. ഓക്കെ. സുഖാണോ? ഫുഡൊക്കെ കഴിച്ചെല്ലാരും? ഓ ഫുഡൊക്കെ കഴിച്ചു. ലോറ കഴിച്ചോ ഫുഡ്? ഞാൻ കഴിച്ചു. അതെ അവിടെ ഒരുത്തും ചാവാൻ നിൽക്കാം. ഞാൻ പോയി തള്ളിട്ടിട്ട് വരാവേ. ഓ ഓക്കെ. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് ആ പുണ്ടക്ക് ചേരുന്ന് പറയണം. ചാവാൻ പോകുന്നതിനെ തല്ലിക്കൊല്ലുക. നൈസ് എന്റർടൈൻമെന്റ്സ്. കാറ്റടിച്ച് മറിഞ്ഞു വീഴാ. അതെ കാറ്റടിച്ച് മറിഞ്ഞു വീഴാ. 30 PM ഞാൻ എപ്പോ വേണമെങ്കിലും പോവേ. നീ 12-ലെത്തി. നീ 6-ൽ നിന്നപ്പോ ഞാൻ 15-ലായിരുന്നു. അപ്പൊ ഇരട്ടിക്ക് വരുന്നുണ്ട്. അവളിനി ചാവാൻ പോകുന്നെന്ന് പറഞ്ഞത് കണ്ണാപ്പിയാണെങ്കിലോ? അതിനൊരു വഴിയില്ല.
Yes, 20K watching the stream. വെൽക്കം എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. ഇതിനകത്ത് ബോട്ടും വള്ളവും ഷിപ്പും ഒക്കെ ഉണ്ട്. കാവൽ പട്ടാളം. ഹലോ ഇതാരും ഹലോ നീ വാച്ച്മാൻ ആയിട്ട് നിൽക്കണ ഇവിടെ. അല്ലണ്ണ ഇവിടെ ഒരുത്തൻ ബൈക്ക് എടുത്ത് കേറി വരുന്ന നമ്മുടെ ഗാങ്ങിലൊന്നുമില്ല. അവൻ അപ്പൊ അടിച്ചിടാൻ വേണ്ടി പി എൽ ആണ്. എല്ലാരും ഒന്ന് മാറിക്കണേ, മാറിക്കണേ. പിതാവ് വയ്യ. അതാരാ ഇവിടെ ഇരിക്കണേ? കുഴിയിലോട്ട് കയറിയിട്ടിരിക്കുന്നു. അപ്പാപ്പനൊന്നും അല്ലത്. ആ അപ്പാപ്പൻ. പാപ്പാ ബ്രഹ്മചാരി കീരി. സൂപ്പർ. പച്ചണടാ നിനക്ക്. നീ ഇങ്ങനെ സീസണൽ ആയിട്ട് ജീവിക്കണ. നിനക്ക് നീ ശരിക്കും ഒരു ഫ്ലോട്ടായിട്ട്, നീ ശരിക്കും ഒരു ഫ്ലോട്ടായിട്ട് ജനിക്കേണ്ടായിരുന്നു. നീ കാരണം ആൾക്കാർക്ക് എങ്ങനെ ഇങ്ങനെ സീസണൽ ആവാൻ പറ്റണേ? ഞാൻ ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ഇങ്ങനെ ബ്രഹ്മചാരി. അതെ അതെ. ഞാൻ ഒരു കാര്യം പറയാം, ഇനി നിന്നെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ട അവിടെ ഇട്ട് അടിക്കും. കാല് കുത്തുകാല് തന്നെ പിടിക്കണം. തോന്നലാണ്, മനസ്സിലായത്. വായിൽ ഏക്കേം വന്നിന്റെ അതിപ്പുറത്തോട്ട് ഇങ്ങനെന്താ ഇറങ്ങാത്തെ? ഇങ്ങനെ ഇന്ന് എന്തായാലും ഡയോസ് പ്ലേയേഴ്സ് ആണ് ഫോർ ഷുവർ. ഞാൻ ഡയോസ് പ്ലേയേഴ്സിനെ കൊണ്ടു തോന്നി. ഒടുക്കത്തെ പി എൽ കഴിച്ചത് എന്ത് ചെയ്യും? എടാ എല്ലായിടത്തും ട്രൈ ചെയ്യാൻ പറഞ്ഞടാ കേറാൻ. 27 പി എൽ എടാ, ഇത് എന്താണടാ? യെസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഇറ്റ്സ് നോട്ട് എ വെൽക്കമിങ് ബാക്ക്. ഓക്കെ വിശ്വസിച്ചെന്നോ? അല്ലടാ, ഇത് ഒരു ഇതിനകത്ത് ടി വിക്ക് ഉണ്ടായിരുന്ന ഒരാൾ തിരിച്ചു കൊണ്ടുവരും അങ്ങനത്തെ ഒരു സംഭവം അല്ല. ഗ്യാങ്ഹൗസ് എന്തായിരുന്നു? ഗ്യാങ്ഹൗസിന്റെ തറയിടൽ പണി നോക്കുന്നുണ്ട്. ചൈനീസ് കാര്യങ്ങളൊക്കെ അത് സെറ്റാക്കിയിട്ടേ ഉള്ളൂ. അപ്പാ ഇല്ല അപ്പാ, ഞാൻ ഓക്കെയാണ്. അപ്പാ സ്റ്റക്കായി നിൽക്കുവാണോ? എന്റെ വോയിസ് വിട്ടുവിട്ടാണോ കേൾക്കുന്നേ? അല്ല, കറക്റ്റ് ആയിട്ടാ കേൾക്കുന്നേ. ആണോ? ആ ഓക്കെ. ഇങ്ങനെയുള്ള കൊലക്കുത്തുകളെയാണ് നമ്മൾ ആദ്യമേ പുറത്താക്കേണ്ടത്. ആരെയാ ഇപ്പൊ പറഞ്ഞ ഇല്ല അവൻ പറഞ്ഞ കേട്ടില്ല. വാസുവിന്റെ ശബ്ദം വിട്ട കേൾക്കുന്നതിൽ ഞാൻ പറയുന്നില്ലല്ലോ അത്. ഇല്ല എനിക്ക് പക്ഷെ എന്റെ സൗണ്ട് വിട്ടുവിട്ടാണോ കേൾക്കണേ? ഇത് കൊടുക്കും 30 PL ആരും. ഇത് എന്ത് കഷ്ടമാണെന്ന് പറയത്. സെർവർ നോർമൽ ആവാനേ എനിക്ക് തോന്നുന്നില്ല കൈസ്. എനിക്ക് ഇത് കുറച്ച് ദിവസം എടുക്കുമെന്നാ തോന്നുന്നത്. സെർവർ നോർമൽ ആവാൻ കുറച്ച് ദിവസം എടുക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ ഇതിങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കുവോ, എന്ത് ചെയ്യാൻ പറ്റും? സീറോ ഡിലേ എന്ന് പറഞ്ഞിട്ട് മുടിഞ്ഞ ഡിലേ ആണല്ലോ. എന്താടാ അതെന്തിന് വർത്താനം പറഞ്ഞേ? എടാ അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ അതിന്റെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നിൽക്കുന്നേ ഉള്ളടാ. ലേറ്റ് ആവൂല. 6 ഡെവലപ്പർ എന്നാണ് പറയുന്നത്. 6 ഡെവലപ്പർമാരാണ്. പ്ലാൻ ഇതുവരെ പറഞ്ഞെടുത്തില്ല. ഇല്ല പെട്ടെന്നായിരിക്കും.
കൊണ്ടുവരുന്ന എന്തായാലും പെട്ടെന്നായിരിക്കും, ഡിലേ ആവത്തില്ല. അല്ല കേസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സംഭവം ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോ, അതായത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നപ്പോ, കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറയണം, നിങ്ങൾ കാര്യം സമാധാനത്തോടെ കേൾക്കണം. നമ്മളൊരു സാധനം പ്ലാൻ ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരാൻ തുടങ്ങി. നമ്മൾ ആ വൈമാപ്പ് കൊണ്ടുവന്ന് എക്സലാൻഡിസിൽ കൊടുത്തപ്പോഴാണ് അറിയണത് അത് ഓൾറെഡി MRC-ക്കാർ എടുത്ത ഒരു ഫയലാണ്. അതായത് MRC-ക്ക് അവരുടെ ഗ്യാങ് ഹൗസ് ഇപ്പോൾ വരുവാണല്ലോ, അപ്പോൾ അവരുടെ ഗ്യാങ് ഹൗസിനകത്ത് യൂസ് ചെയ്ത ഒരു ഫയലാണ്. അത് എടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി. അപ്പോൾ അത് നമുക്ക് അവർ ആദ്യമേ അവർ കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ആ സാധനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും ആ ബേസ്മെന്റ് സാധനങ്ങളെല്ലാം ഒന്നുകൂടെ മാറ്റാം. നമ്മൾ നോക്കി വെച്ച, കാരണം നല്ല ഫയലാണ് അവർ കൊണ്ടുവരാൻ പോണ, നല്ല ഫയലാണ് MRC-ക്ക്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മള് ഈ ഫയലെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെയാണ് ഞാൻ പറയണത്. വൈമാപ്പാണ് ഞാൻ പറയണത്. ഭാരതത്തിൽ നല്ല ഫയലാണ്. നാളെ ടൈറ്റിലൊക്കെ ഇട്ട് ഓരോ ആൾക്കാർ എഴുതി വെച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതല്ലേ ഇതിനകത്ത് മറ്റേ കുറച്ച് റെഫറൻസ് അതിലുണ്ട് അതേപോലെ. അപ്പൊ പണിഞ്ഞ് ലാസ്റ്റ് വരുന്ന കഴിയുമ്പോ അത് കോപ്പി പോലെയാകും. മാറ്റിയിട്ട് വേറൊരു രീതി സർവറിന്റെ ലിമിറ്റ് അനുസരിച്ചിട്ട് പണിയാൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞങ്ങൾ വേറൊരു കാര്യം അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല ഇവിടെ പറയാം. കാർണേജ് എന്റെ കസ്റ്റം വണ്ടി ആക്കുകയാണ്. ആൻഡ് ഹൈന നമ്മുടെ ഗ്യാങ് വണ്ടി ആയിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുക. അപ്പൊ ഹൈന നമ്മൾ കളയുന്നില്ല. ഹൈനയുടെ ഹൈനയ്ക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. അതായത് കൊളീഷന് ഇവിടുത്തെ ഇതല്ല. അപ്പൊ അതിന് ഒന്നുകൂടെ റീവർക്ക് ചെയ്യാൻ പോവാണ്. ഹൈന ഒന്നുകൂടെ റീവർക്ക് ചെയ്തിട്ട് നമ്മുടെ മൂന്നാമത്തെ വണ്ടിയായിട്ട് ഹൈനെ കൊണ്ടുവരാം. അപ്പൊ എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷിൻ ഗോഡ്സിലെ ഉണ്ടല്ലോ, അപ്പൊ ഷിൻ ഗോഡ്സിലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ മൂന്നാമത്തെ വണ്ടിയായിട്ട് ഹൈന. അപ്പൊ ഹൈന കളയുന്നില്ല, ഗോഡ്സിലെയും കളയുന്നില്ല. ഈ ഇത്ര 4 വണ്ടി നമ്മൾ 3 വണ്ടിയായിട്ട് മാറി ഇടും. അതേ നടക്കത്തുള്ളൂ. അത് പെട്ടെന്ന് കൊണ്ടുവരും. അത് ഡിലേ ഒന്നുമില്ല. കാർണേജ് എന്റെ വണ്ടിയായിട്ട് ഞാൻ എടുക്കുവാണ്. ഹൈന നമുക്ക് ഗതായിട്ട് തന്നെ എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാര്യം, നമുക്ക് ഹൈനയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഫിക്സ് ചെയ്യണം. ആ ഹൈനയുടെ ഇഷ്യൂസ് നമ്മൾ ആ വണ്ടി മാറിയതിന്റെ സമയത്ത് തന്നെ ഇവിടെ ഈ നിങ്ങൾ വെളിയിൽ കാണുന്ന വണ്ടിയല്ല, ഇതിനകത്ത് ഓരോ പൊല്യൂഷൻസും ഇവിടെ സിറ്റിയിൽ കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസിനനുസരിച്ച് മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അത് ഫുള്ളി ഇനി റീ എഡിറ്റ് ചെയ്യണം. മെക്ക ഉണ്ടാവും, അതാ പറഞ്ഞു, മെക്ക, ഷിൻ ഗോഡ്സില, ഹൈന. അപ്പൊ ഗോഡ്സില കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഷിൻ ഗോഡ്സില എടുത്ത് മാറ്റിയിട്ട് ഗോഡ്സില, ഹൈന, മെക്ക, അങ്ങനെ മനസ്സിലായോ? അങ്ങനെ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. കളർ തീം നമ്മൾ ഹൈനക്കകത്ത് ആഡ് ചെയ്യും. ഹൈനക്കകത്ത് അത് ലിവറിൽ ആഡ് ചെയ്യുന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കളർ ആഡ് ചെയ്യാം. ചന്ദ്രു വണ്ടിയൊന്നും വേണ്ട, അവൻ ജീപ്പിനകത്ത് നടക്കട്ടെ. ചന്ദ്രു ആരാന്ന് അറിയില്ലേ? ഓരോ PR കൊണ്ട് ഓരോരുത്തന്മാര് വരും ചാറ്റില്. ഹലോ, ഇതാരാ? സാബ്ഗുരു സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ശബ്ദമില്ല. ഹലോ, ഇതെന്താ ലുക്കൊക്കെ മാറിയാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണേ, നിങ്ങളിപ്പോ ഈ സിറ്റിയിലെ പാപ്പരല്ലേ? പൈസക്കാരൻ തന്നെയാണ്. ബാക്കി പൈസ ഉണ്ട്. ഓക്കെ. ഞാൻ ഓർത്ത് നിങ്ങള് എല്ലാവർക്കും പൈസ എല്ലാം താഴെ കൊടുത്ത് 1000 കോടിക്ക് 2000 കോടിക്ക് പമ്പ് എടുത്ത് നിങ്ങൾ മുടിഞ്ഞെന്ന്. ഇത് ഒരക്കൗണ്ടിൽ നിന്ന് ഇത്ര താങ്ങുമോ ഇത്? ഞാൻ വേണേ കുറച്ച് നമുക്ക് എന്തെങ്കിലും നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു MLM പരിപാടി ഉണ്ട്. ഈ ആളെ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഭയങ്കര ഈസിയാ സൗകര്യം അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാഗുരു എന്റെ ഒരു 3000 കോടി രൂപ തരുന്നു. 3000 കോടി രൂപ തന്നിട്ട് സാഗുരുവിന് ഒരു ലെഫ്റ്റും ഒരു വിങ്ങും ഒരു റൈറ്റ് വിങ്ങും ഉണ്ട്. ഇപ്പൊ ആദ്യം എന്നെ 3000 കോടി രൂപ ഏൽപ്പിക്കുമല്ലോ. ഈ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ആക്സസ്, കമ്പനി ആക്സസ് ഫുള്ള് തരും. അപ്പൊ സാഗുരുവിന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വിങ് വരും.
ഈ ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ വരുന്ന സമയത്ത് ഒരാളെ ലെഫ്റ്റ് വിങ്ങിൽ ചേർക്കുമ്പോൾ ടാബ് ഗുരുവിന് അവരുടെ അടുത്ത് നിന്ന് 300 കോടി രൂപ മേടിക്കാം. അതിൽ നിന്ന് 100 കോടി രൂപ 100 കോടി രൂപ എനിക്ക് തരണം. അപ്പൊ സാഗുരുവിന് 200 കോടി. ഇതുപോലെ സാഗുരുവിന് ഒരു റൈറ്റ് വിങ് ഉണ്ട്. റൈറ്റ് വിങ്ങിൽ നിന്ന് വരുന്നവനും ഇത് 300 കോടി മേടിക്കണം. ഇത് 100 കോടി എനിക്ക് തരണം. ബാക്കി 200 കോടി സാഗുരു. അപ്പൊ തന്നെ സാഗുരുവിന് 400 കോടി കിട്ടി. ഇനി ഈ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലുള്ള ആൾക്കാരില്ലേ, അവരുടെ അണ്ടറിൽ ഓരോരുത്തരെ ചേർക്കുമ്പോ അതിന്റെ പൈസയെ സാഗുരുവിന് വന്നോണ്ടേ ഇരിക്കും. മനസ്സിലായ? ഇത് സത്യം പറഞ്ഞ ഇത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട സ്കീമാണത്. എന്താണ് 3000 കോടി തന്നാല് 2 ആഴ്ച കൊണ്ട് 6000 കോടി തിരിച്ച് ആർപി നിർത്തുമല്ലേ? ബിസിനസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ്, എന്ത് ബിസിനസ് ആണ്? അതൊന്നുമല്ല. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇവിടെ ഫാമിലീസ് ഇല്ലേ, അവരൊക്കെ കൺസ്യൂമന്റിന് പൈസ കൊടുക്കും. അതന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. കൺസൈൻമെന്റിന് പൈസ കൊടുക്കുമോ? കൺസൈൻമെന്റിന് ഫണ്ട് ചെയ്യും. കൺസൈൻമെന്റിന് ഫണ്ട് ചെയ്യും. കേട്ടില്ല. കൺസൈൻമെന്റ് എടുക്കല്ലേ പറ്റേ? അതിന് ഫണ്ട് ചെയ്യോ? അതിന് ഫണ്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചിത്രയായിട്ട് കിട്ടും? 60%. അതായത് ലാഭം കൺസൈൻമെന്റിന്റെ 60% തിരിച്ചു. എനിക്കത് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ കൺസൈൻമെന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് കൺസൈൻമെന്റ് 100 ഗണ്ണ് കിട്ടുകയാണെങ്കിൽ അതില് പുള്ളി പൈസ തരും നമുക്ക് കൺസൈൻമെന്റ് അടിക്കാനുള്ള. 65 കോടി. എത്രയായിരുന്നു? 70 കോടി. എത്രയാണോ നമുക്ക് എത്രയാണോ വരുന്നത് അത്രയും പൈസ പുള്ളി തരും. അടിച്ചു കഴിയുമ്പോ നമുക്ക് 100 ഗണ്ണാണ് കിട്ടുന്നതെങ്കിൽ അതിൽ 40 ഗണ്ണ് പുള്ളിക്ക്, 60 ഗണ്ണ് നമുക്ക്. 60 ഗണ്ണ് പുള്ളിക്ക്, 40 ഗണ്ണ് നമുക്ക്. 60 ഗണ്ണ് നമുക്ക്. എന്നിട്ട് ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ആക്കും. ഈ ഗണ്ണ് വിറ്റൊരു പൈസ ഒരു ഗണ്ണിന് 18. ഓ മൈ ഗോഡ്, ഇത് ആരുടെ ഐഡിയ? നല്ല തലയുള്ള ആരുടെ ഐഡിയ ആണെന്ന് തോന്നല്ലോ. മണ്ടനാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുന്നല്ലോ നമുക്ക്. இது ஆல்ரெடி நியூஸ்ல உண்டு. இவர் நிறைய ஒரு 100 கன்னு ஏற்கனவே வித்திருக்காரு. ഇതൊക്കെ പബ്ലിക് ആയിട്ട് പറയാവോ? ഇതൊക്കെ കോച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ പറയരുത്. അത് ഇങ്ങനെ ബോംബായിട്ട് വെക്കണം. എന്നിട്ട് പയ്യെ 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 പൊട്ടിക്കണം. മനസ്സിലായ? ശരി ശരി ശരി. മണ്ടൻ. സോറി. ജപ്പാനിൽ പോയിട്ടുണ്ട് പോലും. ഇത് സ്കീമല്ല, സ്കാമാണ്. നമ്മളൊക്കെ ഇത്ര കോടിച്ചമാരായത് നോക്കിയേ. 2000 100,000 lakh 10 lakh crore सब गुरु और 10 crore 100 crore என்ன பண்றீங்க അറിയില്ല. മുതുക്ക് പമ്പ് 2400 കോടി അതിൽ വന്നത് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ. മനസ്സിലായ? എന്റെ ഇടത്തും വലത്തും ആൾക്കാരെ ചേർത്താണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. മുതുക്ക് പമ്പ് എടുത്തിട്ട് അത് റീഫിൽ ചെയ്തിട്ടേ ഇല്ല. അവിടെ പെട്രോളേ ഇല്ല. പീഡിയാണ് പെട്രോൾ അടിക്കട്ടെ. പീഡിയാണ് അനൗൺസ്മെന്റ്. ചാവി തന്നിട്ടില്ല അപ്പൻ. എല്ലാവർക്കും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ആർക്കും കേറാൻ പറ്റുന്നില്ല. 15 പേർക്ക് കേറാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഇത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോയാലും പ്രശ്നമാവെന്ന് തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ CVA കാട്ടാളത്തിൽ. നമുക്ക് 11 മണി വരെ നോക്കാം. 11 മണിയാകുമ്പോൾ നമുക്ക് മീറ്റിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യാം. ഓക്കെ, 11 മണിയാകുമ്പോൾ 10 മിനിറ്റ് 10 മിനിറ്റ് നോക്കിയിട്ട് തുടങ്ങാം. ഗ്യാങ് ഫണ്ട് പറയാം. എപ്പ എത്തി? റേഡിയോ കണക്ട് ചെയ്തില്ലേ? ഇല്ല, നിന്റെ അച്ഛന്റെ റേഡിയോയിലാണ് ഇരിക്കണത്. മാത്രല്ല വേറെ പോവും.
അല്ലെ വേറെ ഗ്യാങ് റോള് ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു അതെ എന്താ പറഞ്ഞ കയ്യിൽ കണ്ണ് വെച്ചോണ്ട് റേഡിയോ കേൾക്കുമ്പോ ഇതാവുന്നു കിടക്കുന്ന ആളെ നോക്കിട്ട് നീ ഇതെങ്ങനെ പറയണത്? അണ്ണ എണീറ്റ് 100 പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. എനിക്ക് ആ കിടപ്പിട്ടിട്ട് തോന്നുന്നില്ലടാ. മോനെ വിളി ഉറപ്പാ. മോന്റെ ഫ്രണ്ട് എന്തേലും കാണുമെന്നേ ഉള്ളൂ. മോനെ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ ഈ മണീച്ചയിലൊക്കെ? എന്റെ അമ്മ ഇടത്ത് ചേർക്കണ് വലത്ത് ചേർത്ത് കഴിയുമ്പോ സ്വന്തം കഷ്ടത്തിലുള്ളത് അങ്ങ് പോയി മൊത്തത്തില്. കണ്ണാ പേടിക്കണ്ടത് ടൈപ്പിംഗ്. റിമൂവ് ഇട്ടടാ. നീ എന്തിനാടാ നീ എന്നെ വെടിവെച്ചേ? എടാ കണ്ണാ അണ്ണാ കൈ തോക്കും റേഡിയം വെച്ച് ഇതാക്കി ഞാൻ വെടി പോകണ്ട. എനിക്ക് അറിഞ്ഞൂടാ അത് സെർവർ കത്തിയെന്ന് തോന്നുട്ടാ. എവിടെ റേഡിയോ ഒന്നും വർക്ക് ആവുന്നില്ലടാ. അണ്ണാ അത് മറ്റേ ഇടയ്ക്ക് റേഡിയോ റീസെറ്റ് ആയിരുന്നു. പാസ്വേഡ് ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. ആദ്യമായിട്ടാണ് കയറി ഒന്നുകൂടെ കയറി. ഞാൻ ഓൾറെഡി കേറി. കൂടുതൽ ഞാൻ വേണ്ടേ? ഞാൻ വരുന്നത് എവിടെ വാ. സ്ലോട്ട് ഇല്ലല്ലോ ബ്രോ. സ്ലോട്ട് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിൽ ടിവിക്കകത്ത് ഒരു ഇനീഷ്യൽ സിറ്റുവേഷനിൽ 35 മെമ്പേഴ്സ് വരുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിത് അങ്ങനെ ആക്കാൻ അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആക്കാൻ ഇനി അങ്ങോട്ട് ഇത് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അതായത് 35 പേരും വരണം. സ്ലോട്ടിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വരണം. സ്ലോട്ടിന് വേണ്ടി കോമ്പറ്റീഷൻ വന്നാലേ ഇവരൊക്കെ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇനി ഇത് കാരണം എനിക്ക് ഈ പിള്ളേരെ ഒന്നും വെറുപ്പിക്കാനും പറഞ്ഞു വിടാനും ഇവരെ ട്രിഗർ ആക്കി കയറ്റാനും പറ്റത്തില്ല. അവരവരുടെ സ്വന്തം ഇഷ്ടത്തില് കോമ്പറ്റീഷൻ ഫീൽ ചെയ്ത് ഇതാവണം. മനസ്സിലായ? ആ ഒരു സാധനം വരാൻ വേണ്ടിയിട്ടാണ് നമ്മള് സ്ലോട്ട് ഇല്ലെങ്കിൽ പോലും ആളെ ഇപ്പൊ എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പൊ മാറ്റി പ്ലേയേഴ്സിന് ഓരോ വീക്ക് ഓരോ പ്ലേയേഴ്സിനെ മാറ്റി ഇടും. അതിൽ ആർക്കും ബാഡ് തോന്നരുതെന്ന് അവന്മാരുടെ അടുത്തെല്ലാം പറഞ്ഞാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് കത്തി 33 ഇത് ജോഗറല്ല. ഇങ്ങനത്തെ നിക്കറിന്റെ ഒരു ജോഗർ എന്നല്ലേ? ഹലോ പണ്ട് കണ്ടുള്ള സൂസപ്പനെ അറിയാം? സൂസപ്പൻ ഓ പോട്ടെ എന്റെ സ്കീം ഉണ്ടായിരുന്നു. നല്ലൊരു സ്കീം ഉണ്ടായിരുന്നു. പോയ പുള്ളി. എന്റെ വേറൊരു നല്ല സ്കീം ഉണ്ട്. ഞാൻ ഫ്രീ ആവുമ്പോ പറയാവേ. അത് ആക്ച്വലി നല്ല സ്കീമാണത്. ഞാൻ സക്സസ്ഫുൾ ആയത് തന്നെ ആ സ്കീമിൽ കൂടെ. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഒരു പ്രസന്റേഷൻ ആയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹലോ വാസന. ആക്ച്വലി ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഓ അടുത്ത ബിസിനസ്. ഓക്കെ പറഞ്ഞോളൂ. എന്താണ് ബിസിനസ്? മുത്തേ ബോംബ് 10 മണിയാകുമ്പോ 11 മണിയാകുമ്പോ പറയണേ. ഓൾറെഡി ഒരു തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലേഡ് ഷാജി. മറ്റേ പലിശക്ക് പൈസ കൊടുക്കുന്ന ബ്ലേഡ് അതാണോ? ആക്ച്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നേ. അണ്ണനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം അണ്ണനുമായിട്ടൊന്ന് ഡീറ്റെയിൽസ് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ വന്നത്. ഇപ്പോൾ ഇല്ല, വരും. പേരെന്താ പുള്ളിയുടെ? ബ്ലേഡ് ഷാജി. ബ്ലേഡ് ഷാജി. ഓ അതെ അതെ. ബ്ലേഡ് മാഫിയ ആണല്ലേ? പണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ബിസിനസ്സിലേക്ക്. പക്ഷെ ഈ ബ്ലേഡിന് പൈസ കൊടുക്കുന്നത് ഈ ആൾക്കാരുടെ പ്രാക്ക് കിട്ടൂലേ?
അത് പണ്ടായിരുന്നു ഇപ്പില്ല. ഓ ഇപ്പൊ ബ്ലേഡ് അല്ലല്ലോ, അതിന് ഇൻട്രസ്റ്റ് എന്നല്ലേ പറയാറ്. ആക്ച്വലി പക്ഷേ അതിപ്പോ ഉപദ്രവമായാലും കുഴപ്പമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അയ്യോ അങ്ങനെ തന്നെയാണ് നമുക്ക് സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഓ വന്നേക്കുന്നത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ല സിറ്റിസൺസിന് വേണ്ടി. ഉപകാരമാണെങ്കിൽ അതെ അതെ. interest ആ ഉണ്ടാവും. ആക്ച്വലി ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ള പ്ലാനാണ് ഇപ്പൊ ആക്ച്വലി ഞങ്ങള്. പക്ഷേ ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എനിക്ക് നന്മ മാത്രമായിട്ട് പറ്റൂല. അയ്യോ അത് നമുക്ക് പേഴ്സണായിട്ട് സംസാരിച്ച് നമുക്ക് ഡീൽ ചെയ്യണം. ആക്ച്വലി ഞാൻ എന്റെ മെയിൻ ഗുണം നമുക്കുണ്ടാവണം, അല്ലാതെ എനിക്ക് നന്മ മാത്രമായിട്ട് പറ്റൂല. ഉറപ്പായിട്ടും ഉണ്ടാവണം. ഓക്കെ ആക്ച്വലി ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്തായിട്ട് തൊട്ടടുത്ത് നമ്മുടെ മുതുക്കിനൊക്കെ അടുത്തായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു കുറവുണ്ട്. സൂപ്പർ മാർക്കറ്റിന്റെ കുറവ്. അതെ അതെ. അപ്പൊ സൂപ്പർ മാർക്കറ്റിന് എന്തുകൊണ്ട് നമുക്ക് മുതുക്കി തന്നെ വേണത്തൂടാ? അയ്യോ വസന മുതുക്കിൽ നമുക്ക് ഓൾറെഡി ഗ്യാരേജ് ആണല്ലോ. അതാ പറഞ്ഞ ഗ്യാരേജിന്റെ സൈഡിലായിട്ട് നമ്മൾ മുതുക്കി തന്നെ ഒരു അതായത് അവിടെ തന്നെ സാധനം മേടിക്കാം, വണ്ടി എടുക്കാം, നല്ലൊരു ഓപ്ഷൻ ആണ്. ആക്ച്വലി മുതുക്കിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. അപ്പം വാസണൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്നാലൊരു ആവറേജ് ഇതില് എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കുന്നത് ഫൈനാൻഷ്യൽ സപ്പോർട്ടാണോ? അതെ അതെ സത്യമായിട്ടും. ഇത് നിങ്ങളുടെ ഒരു മനസ്സിൽ എത്ര കോടിയുടെ പ്രൊജക്റ്റ് ആണിത്? അത് നാളെ അത് ബോസുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അണ്ണനോട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സമയം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് വെച്ചാ നാളെ ഞാനില്ല. മറ്റന്നാൾ ഞാനില്ല. പിന്നെ അതിന്റെ മറ്റന്നാള് എന്തായാലും കേറാൻ പറ്റില്ല, വരാൻ പറ്റില്ല. അത് കഴിയുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ദിവസം ഓക്കെ. കാരണം നമ്മുടെ ചന്ദ്രബോസ് ഇല്ലേ, ടിവിയിലെ ചന്ദ്രബോസ്, ചന്ദ്രന്റെ സുന്നത്ത് കല്യാണമാണ്. അപ്പൊ 2 ദിവസം നമ്മള് അങ്ങോട്ട് പോകും. കാണാൻ ഒരുപാട് വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ബിസിനസ് സംസാരിക്കാൻ വേണ്ടി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം. കുഴപ്പമില്ല, സമയം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഒരു അടുത്ത ഞാൻ സിറ്റിയിൽ വരുന്ന ദിവസം ഞാൻ വന്നു എന്ന് നിങ്ങൾ എങ്ങനെയും അറിയുവാണെങ്കിൽ വന്നാൽ എന്നെ വിളിച്ചാൽ മതി. ശരിയാണ്. ഓക്കെ അപ്പൊ എന്നെ വിളിച്ചിരുന്നാൽ മതി. ഞങ്ങൾക്ക് ചെറിയൊരു ഗ്യാങ് ആക്ടിവിറ്റി പരിപാടി ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. ശരിയാണ്. 3333 നമ്പർ. ഓക്കെ താങ്ക് യു. വാ വല്ലരും വാ. പറഞ്ഞോ. ഇടയ്ക്കൂടുള്ളൊരു ഡീല് എന്തോ പറഞ്ഞോ. ഞാന് അണ്ണന്റെ വലിയ ഫാന്. ഞാൻ ലൈവ് വാച്ചർ ആയിട്ട് അണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്പോർട്സ് മീറ്റ് വന്നില്ലേ കഴിഞ്ഞ വർഷം, പബ്ജി മീറ്റ്. ഞാൻ വന്ന് വലിയ ഫാൻ. ഞാൻ കൊറേ നാട്ടിൽ കാണുന്ന വിചാരിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെയൊക്കെ വെച്ച് കാണാം. ഇതിനകത്ത് ജോസി പറഞ്ഞ കൊണ്ടുപോയേ. ഇനി കൊണ്ടുപോകും. ഓക്കെ കാണാം. താങ്ക്സ് അണ്ണാ. നെക്സ്റ്റ് മീറ്റിംഗ് അടിച്ചു വന്നിട്ടുണ്ട്. എടാ ബാബ എല്ലാരും ഇവിടെ വെച്ച് നടത്തിയ പോരെ? എത്തണ്ടല്ലോ. അപ്പൊ വാ ഇവിടെ PL22. നോക്കിട്ട് കാര്യമില്ല കേസ്, അത് നോക്കിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട് വാസുവിനെ, 10 സെക്കൻഡ് ഡിലേ ഉണ്ടായിരുന്നല്ലേ? ചെറുതായിട്ട് കണ്ണാപ്പി ഇപ്പുറത്തെ ഒന്ന് ഇവിടെ തറയിൽ ഇരുന്നോളാൻ പറ. ഇപ്പുറത്ത് നിർത്തെ എന്താടാ പോയപ്പുറത്ത് പോയിരുന്നില്ലേ? ഗാർഡിയനും വാൻഡലും ഒക്കെ അങ്ങ് വാലോറന്റിൽ വന്ന് നിക്കണം.
എടാ റേഡിയോയിൽ എന്റെ ഇത് ക്ലിയർ ആണോ? എടാ നമ്മുടെ ആരെങ്കിലും ഡൗണായി കിടക്കുവാണോ? വി ആർ വെൽക്കമിങ് സ്കൈഡാൻസ് ടു ടി വി എന്ന്. ഗ്യാങ് അടച്ച് പൂട്ടി പോണതല്ലേ അതിന് നല്ലത്. സ്കൈഡാൻസ് ടു ടി വി. അപ്പോ ഇന്നലത്തെ എന്റെ ലൈവ് കണ്ടവർക്ക് കുറച്ച് പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നു ഞാനൊരു ഇടയ്ക്ക് കള്ളത്തിലൊക്കെ പറയും, ഞാൻ ഇടയ്ക്ക് ലൈവൊക്കെ വരുത്തില്ല, ഒരു ഫുൾ ലൈവ് ഇടാന്ന് പറഞ്ഞാൽ ലൈവ് ഇടത്തില്ല, അങ്ങനെ ഇത് ഇന്നലെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 റിക്രൂട്ട്മെന്റോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ കൈ തട്ടി 2 വന്നതാണ്. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളത്, നമുക്ക് ഒരു സ്ലോട്ടേ ഉള്ളൂ. ഇന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ, ഒരാളെ വരുന്നുള്ളൂ, 2 പേരില്ല. ആ ഇമോജി 2 വന്നതാണ്, മനസ്സിലായോ? അത് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ട് ഇട്ടാ നോക്കിയവരോട്, ഞാൻ അറിയാതെ ഇട്ട് പോയതാ. ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കിനും അത് 2 റിക്രൂട്ട്മെന്റ് പോലെയായി. ഞങ്ങൾ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ പോയതാണ്, എന്റെ കൈ തട്ടി വീണതാ കൈ, സത്യമായിട്ടും. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പലർക്കും സാറ്റലൈറ്റ് വഴി ഇൻഫർമേഷൻ കിട്ടിയത് നമ്മൾ ഇന്ന്. എടാ അവിടെ പാട്ട് വന്നിട്ടിരിക്കുവാണോ? അപ്പോൾ എൻ്റെ കൈ തട്ടി ആണ് ശരിക്കും പറഞ്ഞാൽ പുറം ലോകത്തെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമുക്കിന്ന് 2 പേര് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നുണ്ടെന്ന്. ഇതാരാ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങണേ? നിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മുച്ചിരി. അപ്പൊ വെളിയിലത്തെ ഒരു സാറ്റലൈറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാവരും 2 പേര് വരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ 2 പേരില്ല, ഒരാളാണ് വരുന്നത്, ഒരാളെ വരുന്നുള്ളൂ. അപ്പോൾ കറണ്ട്ലി നമുക്ക് 35 സ്ലോട്ട് ഫില്ലാണെങ്കിൽ പോലും സിറ്റിയിലെ സിറ്റുവേഷൻസിന് ഒരു ഇനീഷ്യൽ സിറ്റുവേഷൻ ഇതുവരെ 30-35 പേരെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ലോട്ട് നിങ്ങൾക്ക് ഇനി തൊട്ട് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ സാധനങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഇനി തൊട്ട് നിങ്ങൾ മെയിൻ സ്ലോട്ടിൽ വീക്ക്ലി ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സോ അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇനി തൊട്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ PvP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടി ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. വി ആർ വെൽക്കമിങ് T47 നീൽ ടു TVA as TVA നീൽ. വെൽക്കം ടു TVA. നീലെ പോലെ വാ, കേറി വാ. ഹലോ നീലേ, കേക്കാവോ? കേക്കാം. അയ്യോ ഇവിടെ ചടങ്ങുണ്ട് വന്നിറങ്ങിയ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യമേ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. ചുമ്മാ അങ്ങനൊന്നുമില്ല നീലേടാ. അപ്പൊ നീലേടാ, വെൽക്കം ടു TVA. എന്തെങ്കിലും പറയണ്ടേ പറയാം. അങ്ങനൊന്നുമില്ല, എന്നാലും വന്നല്ലേ നീ, എന്തേലും ഒന്ന് പറ. അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ പറയല്ലോ, സംസാരം അവൻ അടി മാത്രമേ ഉള്ളൂ. എന്താ പറയണമെന്ന് നീ വാറിലൊന്നും അങ്ങനെ കുണയ്ക്കാറൊന്നുമില്ല. നമ്മള് T47 സിറ്റുവേഷൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇങ്ങോട്ട് കുണച്ചാൽ കുണയ്ക്കും. അമ്മ കേട്ടാ ശബ്ദം എവിടെയോ ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. എന്തോന്ന് പറഞ്ഞിട്ടോ തോന്നല്ലേ എന്തോന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയില്ലല്ലേ? നിന്റെ മുഖം ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ. ഇത് പുതിയ മുഖമാണ്. കള്ളം. അതെ, സത്യം. ഇനി തൊട്ട് ഇതിന്റെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സ് ഇവരൊക്കെ ആയിരിക്കും. സോ
ഞാൻ നിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് ഒരു ബ്രദർഹുഡ് ഇവരായിട്ടൊക്കെ ബിൽഡ് ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ മുന്നിലുണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണേലും ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പറയാം. സോ വെൽക്കം, ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു TV എടാ. വാ. വെൽക്കം വെൽക്കം. അങ്ങനെ നേരെ ക്രോസ് ചെയ്ത് നേരെ വാസമനാണ് ക്രോസ് നീല നെക്സ്റ്റ് നീല വാട്സ്ആപ്പ് ഇട്ടില്ലല്ലേ? വെൽക്കം ടു TVA. ഒരു കാര്യം പറയണ്ടല്ലോ. അവരടാ മോനെ ഈ പേര് അടിച്ചിരിക്കണം. ഷേക്കിനൊക്കെ വെച്ചു കൊടുക്ക. എന്താ ഉണ്ടോ ഇവിടെ? ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീൽ എന്ന് പറയണത് ഞങ്ങളുടെ ക്ലാനിലുണ്ടായിരുന്ന ഒരു മെമ്പറാണ്. പബ്ജി മൊബൈൽ തൊട്ടേ മാഴ്സിലുണ്ടായിരുന്ന മെമ്പറാണ്. രഞ്ജു ചേട്ടന്റെ ക്ലാനിൽ, രഞ്ജു ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രഞ്ജു ചേട്ടന്റെ ക്ലാനിലുണ്ടായിരുന്ന മെമ്പറാണ് നീല്. സോ അവന് കുറെ നാളായിട്ട് TV കയറണം. അതായത് ഒരുപാട് നാൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്ലെയറോടാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഓഫ്ലൈനിൽ MRCക്ക് ഒരു വെൽവിഷറും ഒരു സപ്പോർട്ടും ആയിട്ട് നിന്ന സമയത്ത് ഞാൻ MRCക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത പ്ലെയർ ആയിരുന്നു നീല്. ഷെയ്ക്കിനോടും മാക്കിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലെയറാണ് നീല്. നിങ്ങളെടുത്തോ, നല്ല പ്ലെയറാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്. നിങ്ങൾക്ക് നീലിനോട് സംസാരിച്ചിട്ട് നിനക്ക് അവന് താല്പര്യമുണ്ട് ഇതാക്കാന്ന്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് MRCയിലോട്ട് റെക്കമെൻഡ് ചെയ്തതിന് അവൻ എൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞായിരുന്നു. അവർ കോൺടാക്ട് ചെയ്തായിരുന്നു അവനെ എടുക്കാൻ. പക്ഷെ അവനവിടെ കയറാനുള്ള താല്പര്യം ഉണ്ടായില്ല പല കാരണങ്ങൾ കൊണ്ട്. കാരണം അവിടുന്ന് വന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിനക്ക് എന്തുകൊണ്ടും TV കയറുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ബെനിഫിറ്റ്സും ഇതെല്ലാം ഇവിടെ കയറുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വട്ടം ഇമ്പ്രസ് ചെയ്യാൻ നോക്കി പയ്യന്. ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഈഗോയോ അങ്ങനെ ഒരു വേറൊരു ടീം വളരുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലെയറിനെ ഞാൻ വേറൊരു ഗ്യാങ്ങിനും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഓഫ്ലൈനിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പലവട്ടം നിങ്ങളോട് പറയുമ്പോഴും എന്നെ കളിയാക്കിയും ചിരിച്ചും അബ്യൂസ് ചെയ്തും പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ആൾക്കാർ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇവനെ ഞാനാണ് അവിടോട്ട് റെക്കമെൻഡ് ചെയ്ത് ഇതാക്കിയത്. അപ്പോൾ അവന് അവിടെ അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവനവിടെ കയറിയില്ല. അവന് ഇവിടെ തന്നെ കളിക്കണം, ഇവിടെ കളിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു കാര്യം അവൻ പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ട് അവന് അവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്നത്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പേ കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. സോ അപ്പോൾ പബ്ജിയിൽ നീലോപ്പി തന്നെയാണെന്ന് തോന്നുന്നു. അവൻ്റെ മാർച്ചിൽ കളിച്ചോണ്ടിരുന്നത് രഞ്ജു ചേട്ടൻ്റെ ക്ലാനിൽ പർച്ചേസ് ചെയ്തത്. പിന്നല്ലേ അവനെ പർച്ചേസ് ആവുന്നില്ലേ അവര് നാളെ. എല്ലാവരും കത്തിപ്പോയി. ഏതോ ഇമോട്ടിട്ട് മൊത്തം കത്തിപ്പോയേട്ടാ. അൺഎക്സ്പെക്ടഡ് ബട്ട് PvP. നീല് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അവൻ്റെ ചാനലെടുത്ത് അവൻ്റെ മോണ്ടേജസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്ലെയറാണ്, നല്ല സെൻസിബിളായിട്ടും ഇതായിട്ടൊക്കെ